ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വർക്ക് ഡൺ ഇൻ സ്പ്ലിറ്റിംഗ് എ സ്പെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് എ into 8 liquid droplets. When a drop is split into droplets, ഒരു ഡ്രോപ്പിനെ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ കൂടും. അവിടെ ബെർണോളിസ് തിയറം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ അപ്ലിക്കേഷനിൽ വരുന്ന ഒരു ഡിവൈസാണ് വെഞ്ചുറിമീറ്ററും ബെർണോളിസ് പ്രിൻസിപ്പിൾ പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഇതങ്ങനെ തന്നെയാണ്. നമ്മൾ ബർണർ ഓൺ ചെയ്യുമ്പോൾ ഗ്യാസ് നല്ല ഹൈ പ്രഷറിൽ ആ ട്യൂബിലൂടെ പുറത്തു വരും. ഇതാണ് ലിക്വിഡ്. യൂഷ്വലി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വി ആർ യൂസിങ് വാട്ടർ. നൗ ഇവിടുത്തെ ഏരിയ സെക്ഷൻ A2 നമ്മളിവിടെ ഓവർകം ചെയ്യുന്ന ഫോഴ്സ് യെസ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽ ലോ ഓഫ് പ്രഷർ ട്രാൻസ്മിഷൻ. വെരി ഗുഡ് മോർണിംഗ് എവ്രിബഡി. വി ആർ നൗ coming to the properties of solids and fluids. Correctly, properties and solids and liquids. Solids we mainly study about elasticity. Liquids we study about pressure due to liquid column, upthrust അല്ലെങ്കിൽ buoyant force, then surface tension related things. Then we study about features of flowing liquids. There we study about flowing liquids opposed by viscous forces and flowing liquids not opposed by viscous forces. ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ പോകുന്നത്. യെസ്, ദെൻ കുറച്ച് കാര്യങ്ങൾ ബിഫോർ വി സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. കീം എക്സാമിനേഷൻ ഡേറ്റ്സ് ഒക്കെ വന്നു. ആഫ്റ്റർ യുവർ ബോർഡ് എക്സാമിനേഷൻ you will have some near about, I think, some 1 month plus for the കീം preparations. ഈ ഒരു ചെറിയ കാലയളവിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു എൻട്രൻസ് ഓറിയൻറ്റഡ് സ്റ്റഡീസിനായിട്ട് ഞങ്ങൾ ഒരു ഷോർട്ട് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരാണ് ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ്. അത് ഓഫ്ലൈൻ ക്ലാസ് കോൺടാക്ട് ക്ലാസ്സസും ഉണ്ട്, ഓൺലൈനിലും അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ്. CBSE കുട്ടികൾ ഉദ്ദേശിച്ചാണ് ആദ്യത്തെ ബാച്ച് തുടങ്ങുന്നത്. അവരുടെ എക്സാം നേരത്തെ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് 13th മാർച്ചിന് ക്ലാസ്സസ് ആരംഭിക്കും. സ്റ്റേറ്റ് ബോർഡ് കുട്ടികൾക്ക് 18th മാർച്ചിന്. ഞങ്ങളുടെ ഒരു ഗ്രേഡഡ് പ്രോഗ്രാമാണ്. ഒരു ബ്രീഫ് തിയറി ഡിസ്കഷൻ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഒരു മോക്ക് ടെസ്റ്റ് പേപ്പർ, ഡിസ്കഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻഡ് നിങ്ങൾക്ക് അവസാനം ഇഫ് യു റിക്വയർ യു ക്യാൻ ഹാവ് എൻ ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ്. ഇതാണ് ഞങ്ങളുടെ പ്രോഗ്രാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്യുക. യു ക്യാൻ ഗെറ്റ് ഡീറ്റെയിൽസ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. യു ക്യാൻ ഗെറ്റ്, ഓർ you can directly contact our office phone numbers കൊടുത്തിട്ടുണ്ട്. that you can avail it. ഇനി കൂടാതെ ഞങ്ങളുടെ മോസ്റ്റ്ലി എയിംഡ് അറ്റ് റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് NCERT ചാപ്റ്റർ വൈസ് ബേസ് ചെയ്തിട്ടാണ്. എല്ലാ സബ്ജക്ട്സിലും ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും ഉണ്ട്. ഫിസിക്സ് ഫസ്റ്റ് ഇയർ വീഡിയോസ് ഉണ്ട്, സെക്കൻഡ് ഇയർ വീഡിയോസ് ഉണ്ട്. എല്ലാ ചാപ്റ്ററിനും NCERT.
അതുപോലെ കെമിസ്ട്രിക്കും സുവോളജിക്കും ബോട്ടണിക്കും മാത്തമാറ്റിക്സിനൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാംസ് ഉണ്ട്. സോ യു ക്യാൻ അവെയിൽ ദാറ്റ്. ഓക്കെ, യെസ്. ഇത് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന് മാത്രമല്ല, ഇനി ടീമിനോ നീറ്റിനോ JEE മെയിൻസിനോ ഒക്കെ അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചൊരു കൂടുതൽ ഇൻഫോർമേഷൻ വേണമെങ്കിൽ സ്വിച്ച് ഓവർ ടു ദാറ്റ് പെർട്ടിക്കുലർ വീഡിയോ, യു ക്യാൻ അവൈൽ ഇറ്റ്. ഓക്കെ, നൗ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വർക്ക് ഡൺ ഇൻ സ്പ്ലിറ്റിംഗ് എ സ്പെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് എ into 8 liquid droplets. When a drop is split into droplets, ഒരു ഡ്രോപ്പിനെ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ കൂടും. ഇൻക്രീസ് ഇൻ ഏരിയ. ഡ്രോപ്പ് is split into droplets, area will increase in area. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെഡിമെയ്ഡ് ഫോർമുലയുണ്ട്. ഇതാണ് 4πr² into n to the power of 1/3 minus 1. അത് നിങ്ങൾ ഓർത്തിരിക്കണം, അതാണ് നല്ലത്. ഒത്തിരി സമയം ലാഭിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഡ്രോപ്ലെറ്റ്സിൻ്റെ റേഡിയസ് കാരണം വോളിയം ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏരിയയ്ക്ക് പോകണം, പിന്നെ ഡിഫറൻസ് ഇൻ ഏരിയ കാണും. അത് നിങ്ങൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബെറ്റർ ടു റിമെമ്പർ അബൌട്ട് ഇറ്റ്. ഒരു ഡ്രോപ്പ് സ്പ്ലിറ്റ് ഇൻ ടു ഡ്രോപ്ലെറ്റ്സ് ഇൻക്രീസ് ഇൻ ഏരിയ ക്യാൻ ബി ഗിവൺ ബൈ 4πr² into n to the power of 1. തീർച്ചയായിട്ടും 6 ആ വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് ആണ്. എന്ന് പറയുന്ന എത്ര ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്നെ സോ മെനി ഡ്രോപ്ലെറ്റ്സ്. ഇവിടുത്തെ കേസിലെ R എന്ന് പറയുന്നത് A ആണ്. നമ്പർ ഓഫ് ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് 8 ആണ്. ദറ്റ് ഗിവ്സ് യു n to the power of 1/3. അത് 2 ആണ്. 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആണ്. Therefore, change in area is given by 4πa² 2 minus 1. അത് 4πa² തന്നെ. ഇനി വർക്ക് ഡൺ, നമുക്ക് വർക്ക് ഡൺ വേണ്ടത്. വർക്ക് ഡൺ ക്യാൻ ബി ഗിവൺ ബൈ സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. സർഫസ് ടെൻഷൻ S ആണ്, ചേഞ്ച് ഇൻ ഏരിയ 4πa² ആണ്. നിങ്ങളുടെ ആൻസർ 4πa² into S. ആൻസർ 4ാമത്തെ ആൻസറാണ്. ആൻസർ ഈസ് 4. Isn't it? Okay. Now, ഈ കാര്യം നിങ്ങൾ എല്ലാവരും കാണാത്തവരെ കണ്ടവരെ ഒന്നും കൂടി മറക്കാതിരിക്കാനായിട്ട്, when a big drop split into droplets, അതിൻ്റെ ഏരിയ കൂടും. ഏരിയ കൂടുന്ന ചേഞ്ച് ഇൻ ഏരിയയ്ക്ക് ഫോർമുലയാണ് delta A is equal to 4πr² into n to the power of 1/3 minus 1. കറക്റ്റ്. ഇനി റിവേഴ്സ് എന്താണ്? കുറേ ഡ്രോപ്ലെറ്റ്സ് കൂടിച്ചേരുമ്പോൾ അതിൻ്റെ ഏരിയ കുറയും. ഏരിയ കൂടുമ്പോൾ നമുക്ക് കൂടുതൽ സർഫസ് എനർജി പൊസസ് ചെയ്യും, വർക്ക് ചെയ്യണം. ഏരിയ കുറയുമ്പോൾ സർഫസ് എനർജി റിലീസ് ചെയ്യും, മോസ്റ്റ്ലി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, അപ്പം 2 തരത്തിലും നമുക്ക് ഈ പ്രോബ്ലത്തെ നമുക്ക് കീപ്പ് ചെയ്യാം. ആൻഡ് ഇത് n ഡ്രോപ്ലെറ്റ്സ് കൂടിച്ചേർന്ന് ഒരു വലിയ ഡ്രോപ്ലെറ്റ് ആകുമ്പോൾ എന്തുവരും? റേഡിയസ് വിൽ ബിക്കം n to the power of 1/3. n to the power of 1/3. Yes, n to the power of 1. 4πr² into n to the power of 1/3. It's correct. Yes. Okay. Now, next question. Vessel containing liquid of density D moves with an acceleration A less than G, pressure due to a liquid column at a depth L. നമുക്കറിയാം pressure due to a liquid column H rho, ഇവിടെ റോയ്ക്ക് വരെ നമ്മൾ D എന്നാണ് എഴുതിയിരിക്കുന്നത്.
HDG ആണ്. ജി എന്ന് പറയുന്ന ഇഫക്റ്റീവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. നോർമൽ കേസിലെ ഒരു ലിക്വിഡ് ഒരു കണ്ടെയ്നർലെസ് ആണ്, സ്റ്റാറ്റിക് സ്റ്റേറ്റിലാണെങ്കിൽ ജി തന്നെയാണ്. പക്ഷെ ഇവിടെ ആ കണ്ടെയ്നർ ഇരിക്കുന്നത് ഒരു ആക്സിലറേറ്റിംഗ് എന്തിലാണ്, ഒരു ഫ്രെയിമിലാണ്. ഒരു എ ആക്സിലറേഷനിൽ പോകുകയാണ്. അപ്പം ജി ഇഫക്റ്റീവ് എന്ന് പറയുന്നത് ജി പ്ലസ് എ ആണ്. എ എന്ന് പറയുന്ന ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ. ഇത് പറയുന്ന ഇറ്റ് ഈസ് മൂവിങ് ഡൗൺ ആണ്. വെൻ കമ്മിങ് ഡൗൺ യെസ്, കമ്മിങ് ഡൗൺ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, ഇഫക്റ്റീവ് ജി എന്ന് പറയുന്നത് ജി മൈനസ് എ എന്നാണ്. ഓക്കെ. മൂവിങ് അപ്പ് ആണ്. മൂവിങ് അപ്പ് എന്ന് വെച്ചാൽ മൂവിങ് അപ്പ് എന്ന് പോരാ, ആക്സിലറേറ്റിംഗ് അപ്പ് അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ഡൗൺ എന്ന് പറയണം. വെറുതെ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇഫക്റ്റീവ് ജിക്ക് മാറ്റമൊന്നുമില്ല. ഇത് ആക്സിലറേറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ആക്സിലറേഷൻ എ ആണ്. എ എന്ന് എഴുതിക്കൊണ്ട് മാത്രം പോരാട്ടോ, നിങ്ങൾ കൺഫേം ചെയ്യണം അത് ആക്സിലറേഷൻ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളെ മിസ്റ്റേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ദേ മേ ആസ്ക് യു മൂവിങ് വിത്ത് വെലോസിറ്റി എ, മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് ആക്സിലറേഷൻ. അപ്പോൾ ജി മൈനസ് എ. അപ്പോൾ what will be the pressure now? Pressure the liquid exerting due to the liquid column. Pressure due to liquid column while the frame is accelerating up will be H into D into G effective. G effective എത്രയാണ്? G minus A ആണ്. നമ്മുടെ ആൻസർ ഉണ്ടല്ലോ, H into G minus A into D. ആൻസർ രണ്ടാമത്തെ ആൻസറാണ്. യെസ്, ദിസ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. Incompressible liquid flows through a horizontal pipe having cross-sectional area A at one end and 2A at the other end. Pressure and velocity of the liquid at the lower cross-sections of P and V. Then values of P and V. We can take the density of liquid as rho. ഒരു ഹൊറിസോണ്ടൽ പൈപ്പിലാണ് പോകുന്നത്. ഹൊറിസോണ്ടൽ പൈപ്പിൽ. ഓക്കെ, യെസ്. ഹൊറിസോണ്ടൽ പൈപ്പിലാണ്. യെസ്. ഇവിടെ അറ്റ് ദ പൊസിഷൻ P1, അറ്റ് ദ പൊസിഷൻ P2, രണ്ട് പൊസിഷനിലെ വെലോസിറ്റിയും പ്രഷറും നമുക്ക് കമ്പയർ ചെയ്യണം. വെലോസിറ്റിയും പ്രഷറും കമ്പയർ ചെയ്യണം. യെസ്. പൊസിഷൻ P1ലും P2ലും നമുക്ക് ആദ്യം ടു കമ്പയർ വെലോസിറ്റീസ് അറ്റ് P1 ആൻഡ് P2. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏരിയ എ ആണ്, അതാണ് P1. പിന്നെ പറഞ്ഞിരിക്കുന്ന ഏരിയ 2A ആണ്. യെസ്. കമ്പയർ ദി വെലോസിറ്റി അറ്റ് ടു പൊസിഷൻ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമുക്കൊറ്റ കണ്ടീഷൻ മാത്രമുള്ള ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്? A1 V1 is equal to A2 V2. A എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, V വെലോസിറ്റി ഫസ്റ്റ് പൊസിഷനിലെ, A2 സെക്കൻഡ് പൊസിഷനിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വെലോസിറ്റി. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പൊസിഷനിലെ ഏരിയ ഓഫ് വെലോസിറ്റി ക്രോസ് സെക്ഷൻ എ, വെലോസിറ്റി V. സെക്കൻഡ് പൊസിഷനിലെ ഏരിയ 2A എന്ന് കൊടുത്തിട്ടുണ്ട്. Then you can easily calculate the velocity coming to be AV divided by 2A, that comes to be V by 2. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ, അതായത് ഏരിയ ക്രോസ് സെക്ഷൻ 2A ആയിരിക്കുന്നിടത്ത് അവിടുത്തെ ചോദിച്ചിരിക്കുന്നത് ദ പ്രഷർ വെലോസിറ്റി അറ്റ് ദി ലോവർ ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് P1ലെ പിയും വെലോസിറ്റി V ആണെങ്കിൽ P2ലെ പ്രഷറും വെലോസിറ്റിയും കാണണം. വെലോസിറ്റിയാണ് ആദ്യം എഴുതിയിരിക്കുന്നത് കൊണ്ട് വെലോസിറ്റി ആദ്യം കണ്ട് എത്രയാണത്? V/2 ആണ്. ഇനി പ്രഷർ കാണണം. പ്രഷർ കാണാൻ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? P1/ρ, അതായത് പ്രഷർ എനർജി പെർ മാസ്, പൊട്ടൻഷ്യൽ എനർജി പെർ മാസ് H1G, പ്ലസ്
കൈനറ്റിക് എനർജി പെർ മാസ്, അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, ഇസ് ഈക്വൽ ടു പ്രഷർ എനർജി പെർ മാസ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ മാസ് പ്ലസ് കൈനറ്റിക് എനർജി പെർ മാസ് അറ്റ് ദി സെക്കൻഡ് ക്രോസ് സെക്ഷൻ. ഇക്വേഷൻ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഒരു ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആയിരിക്കണം. അതും കൂടി ഉണ്ട്, ഇൻകംപ്രസിബിൾ ആൻഡ് നോൺ വിസ്കസ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ നോൺ വിസ്കസ് ലിക്വിഡ് ആയിരിക്കണം. നമ്മുടെ കേസിലെ നോൺ ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, നോൺ വിസ്കസ് പറഞ്ഞാലില്ലെങ്കിലും നമുക്ക് നോൺ വിസ്കസ് ആയിട്ട് കൂട്ടണം, എന്നാലേ നമുക്ക് ഈ പ്രോബ്ലം ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രഷർ P1 P എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡെൻസിറ്റി റോ. H1ഉം H2ഉം ഈക്വൽ ആണ്, കാരണം ഹൊറിസോണ്ടൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ രണ്ട് ക്രോസ് സെക്ഷൻ്റെയും ഹൊറിസോണ്ടൽ ലെവൽ ഒന്നാണ്. അതുകൊണ്ട് H1 H2 ഈക്വൽ ആണ്. അതുകൊണ്ട് ഞാൻ HG എന്ന് മാത്രം എഴുതിയാൽ മതി, H1ഉം H2ഉം വേണ്ട. ഇനി 1ലെ വെലോസിറ്റി നമുക്ക് V ആന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. 2ലേക്ക് പോ, 2ലെ പ്രഷർ കണ്ടുപിടിക്കണം. ഞാൻ P2/ρ എന്ന് പറയുന്നു. പ്ലസ് ഇവിടെയും ഹൈറ്റ് H തന്നെ, അപ്പോൾ HG എന്ന് എഴുതി. പ്ലസ് നമ്മൾ വെലോസിറ്റി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എത്ര വെലോസിറ്റി കിട്ടുന്നത്? V/2, അതിൻ്റെ സ്ക്വയർ ആണ്. HG എന്നുള്ള ക്യാൻസലായി പോയി. എനിക്ക് P2/ρ വേണം. അപ്പം ഇതെങ്ങോട്ടും ഇങ്ങോട്ട് വന്നിട്ടെ, P/ρ പ്ലസ് ഹാഫ് V² മൈനസ് ഹാഫ് V²/4 അല്ലേ? അതാണ് P2/ρ. യെസ്. ഇനി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇത് ഹാഫ് ഇൻറ്റു V², അപ്പോൾ എന്ത് വരും? P/ρ പ്ലസ് ഹാഫ് ഇൻറ്റു 3/4. ഹാഫ് ഇൻറ്റു 3/4 എന്ന് പറഞ്ഞാൽ 3/8 V² എന്ന് കിട്ടും. ഇത് P2/ρ. നമുക്ക് P2 ആണ് വേണ്ടത്, റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ രണ്ട് സൈഡിലും. അപ്പോൾ ഫസ്റ്റ് ടേം P തന്നെയാവും, സെക്കൻഡ് ടേം 3/8 ρ V². ഇതാണ് നമ്മുടെ പ്രഷർ at 2. P2 will be P plus 3/8 ρ V². ആൻസർ 1 അല്ലേ? കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ആദ്യം വെലോസിറ്റി കാണുന്നു. വെലോസിറ്റി കാണുന്ന നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ചുകൊണ്ടാണ്. പിന്നെ ബെർണോളിസ് തിയറം ഉപയോഗിക്കുന്നു. നമുക്കൊരു എളുപ്പമുണ്ട്, ഹൊറിസോണ്ടൽ ട്യൂബ് ആയതുകൊണ്ട്. ബെർണോളിസ് തിയറത്തിൻ്റെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള അപ്ലിക്കേഷനും ഈ ഒരു ആസ്പെക്റ്റ് ബേസ് ചെയ്തും കൊണ്ടാണ്. എന്താണ്? വേർ ദി വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് മോർ, പ്രഷർ വിൽ ബി ലെസ്. ഇവിടെ അല്ലെങ്കിൽ വേർ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് ലെസ്, പ്രഷർ വിൽ ബി മോർ. ബെർണോളിസ് തിയറത്തിൻ്റെ ഏറ്റവും അപ്ലിക്കേഷനുള്ള, ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. സ്പീഡ് ഓഫ് ഫ്ലോ കൂടുന്നിടത്ത് പ്രഷർ കുറയും, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഫ്ലോ കുറയുന്നിടത്ത് പ്രഷർ കൂടും. ഇവിടെ രണ്ടാമത്തെ കേസിൽ ഇവിടെ P2ലെ സ്പീഡ് ഓഫ് ഫ്ലോ കുറഞ്ഞിരിക്കുക, പകുതിയുള്ളൂ, അപ്പോൾ പ്രഷർ കൂടി. എത്രയാണ് പ്രഷർ ഇപ്പോൾ? പഴയതിനേക്കാളും P plus 3/8 ρ V² എന്നാണ്. ഓക്കെ, യെസ്. ബെർണോളിസ് തിയറത്തിൻ്റെ ഒരു ഡയറക്റ്റ് അപ്ലിക്കേഷനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് ഒരു തിയറി ക്വസ്റ്റ്യനാണ്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. നമ്മുടെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. Y ആക്സിസിലെ സ്ട്രെസ് മാർക്ക് ചെയ്തിരിക്കുന്നു, എക്സ് ആക്സിസിലെ സ്ട്രെയിൻ മാർക്ക് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഗ്രാഫിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. യെസ്, ഞാൻ ഒന്നും കൂടി ഗ്രാഫ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. യെസ്, ഇതാ യെസ്. അതായത് ആദ്യം 0 to A
0 to a stress versus strain graph ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ബോഡി ഇലാസ്റ്റിക് മെറ്റീരിയലെ ഹുക്സിൽ ഒബേ ചെയ്യുന്നു. എത്ര എ വരെയൊക്കെയാണ് ഹുക്സിൽ ഒബേ ചെയ്യുന്നത്? That A be called proportional limit. Proportional limit. Proportional limit. Proportional limit വരേക്കും ഹുക്സിൽ ഒബേ ചെയ്യുന്നു. സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈനാണ്. ഇനി ബി വരുമ്പോഴേക്കും ഗ്രാഫ് ഒന്ന് കർവായി. പക്ഷെ സ്റ്റിൽ ബിയിൽ നിന്ന് ഞാൻ ബോഡി വിഡ്രോ ചെയ്താലും ഇഫ് ഐ വിഡ്രോ ദ ബോഡി അല്ല, ഇഫ് ഐ വിഡ്രോ ദ സ്ട്രെസ്, ആര് 0 ആവുന്നു? സ്ട്രെയിൻ 0 ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അപ് ടു ബി ഇത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ബിയുടെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ ഇലാസ്റ്റിക് പല ബോഡിക്കും എയും ബി ഒന്നാകാം. പക്ഷേ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇലാസ്റ്റിക് ലിമിറ്റും പ്രൊപ്പോർഷണൽ ലിമിറ്റും വ്യത്യാസമുണ്ട്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരേക്ക് ഹുക്സിൽ ഒബേ ചെയ്യുള്ളൂ. പക്ഷേ ഇലാസ്റ്റിക് ലിമിറ്റ് വരേക്കും ബോഡി ഇലാസ്റ്റിക് ആണ്, പക്ഷേ പ്രൊപ്പോർഷണാലിറ്റി ഇല്ല. സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് വിൽ നോട്ട് ബി സ്ട്രേറ്റ് ലൈൻ. ബി വരേക്കും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബിയിൽ നിന്ന് സ്ട്രെസ്സിനെ വിഡ്രോ ചെയ്ത് 0 ആക്കിയാലും സ്ട്രെയിനും 0 ആവും. ഒരു സ്ട്രെയിൻ പോലും ബാക്കി നിൽക്കില്ല. ഇസ്ന്റ് ഇറ്റ്? ഓക്കെ. ദെൻ ഈ സ്ട്രെസ് കൂട്ടി സ്ട്രെയിനും കൂട്ടി ഒരു മാക്സിമം ഉണ്ട്. അതിൻ്റെ പേരാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഡീന്ന് കറസ്പോണ്ടിങ് ടു അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയും. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓർ അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇതാണ് മാക്സിമം ഡെവലപ്പ് ചെയ്യാവുന്ന സ്ട്രെസ്. മാക്സിമം ഡെവലപ്പ് ചെയ്യാവുന്ന സ്ട്രെസ്. ഇതിൽ കൂടുതൽ സ്ട്രെസ് ആ ബോഡിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി ഓട്ടോമാറ്റിക്കലി ഇത് കഴിഞ്ഞാൽ ബോഡി ഓട്ടോമാറ്റിക്കലി അത് എന്ത് പറ്റും? സ്ട്രെയിൻ കൂടിക്കിടരും. സ്ട്രെസ് ഒന്നും കൊടുക്കാതെ ഓട്ടോമാറ്റിക്കലി സ്ട്രെയിൻ കൂടിക്കിടരും. അതിന് ഫൈനലി ബ്രേക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഈയുടെ പേരാണ് ഫ്രാക്ചർ പോയിന്റ്. ഫ്രാക്ചർ പോയിന്റ്. ഇതൊക്കെയാണ് ഒരു ബോഡി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബോഡിയും 100% ഇലാസ്റ്റിക്കും 100% പ്ലാസ്റ്റിക്കും ഇല്ല. ഏതൊരു ഇലാസ്റ്റിക് ബോഡിക്കും ഒരു ഇലാസ്റ്റിക് ലിമിറ്റിനപ്പുറത്ത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ലൂസ് ചെയ്യും. ഏതൊരു പ്ലാസ്റ്റിക് ബോഡിക്കും ചെറിയൊരു ഇലാസ്റ്റിക് റീജിയൻ ഉണ്ട്. അതുകൊണ്ട് ഇഫ് യു മേക്ക് എ ബോഡി ടു അണ്ടർഗോ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ടിൽ ഇറ്റ് ബ്രേക്സ്, ഇതാണ് നമ്മൾ പല സ്റ്റേജസ്. ആദ്യം ഒരു പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, മാക്സിമം ഡെവലപ്പ് ചെയ്യാവുന്ന സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് ഓർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഇനി ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? സ്ട്രെസ് അങ്ങ് കുറഞ്ഞു വരും, സ്ട്രെയിൻ കൂടിക്കിട്ട് വരും, ഒരു പോയിന്റിൽ വെച്ച് ബ്രേക്ക് ചെയ്യും. എൻ്റെ പേരാണ് ഫ്രാക്ചർ പോയിന്റ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫ്രാക്ചർ പോയിന്റിനും ഫ്രാക്ചർ പോയിന്റിനും അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റിനും ഇടയിലുള്ള ദൂരം കൂടുമ്പോൾ അത്രയും ബോഡിക്ക് സ്ട്രെയിനെ സഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്രയും ബോഡി പ്ലാസ്റ്റിക് ആയിരിക്കും, അത്രയും ഇലാസ്റ്റിക്, അത്രയും അതിനെ സ്ട്രെയിനെ സഫർ ചെയ്യാനുള്ള അത്രയും ഡക്റ്റൈലും മാലിയബിളൊക്കെ ആയിരിക്കും, ബ്രിട്ടിലായിരിക്കില്ല. മറിച്ച് ഡിയും ഇയും തമ്മിലുള്ള പോയിന്റ് വളരെ കുറവാണെങ്കിൽ, അതായത് ആ മാക്സിമം സ്ട്രെസ് ആകുന്നതോ കൂടി അത് ബ്രേക്ക് ചെയ്യുന്നു, കൂടുതൽ സ്ട്രെയിൻ സഫർ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് ബ്രിട്ടിൽ സബ്സ്റ്റൻസസ്. അതായത് ഫ്രാക്ചർ പോയിന്റിനും അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റിനിടയിലുള്ള സ്പേസ് കുറവാണ്. മറിച്ച് ആ സ്പേസ് കൂടുതലുണ്ടെങ്കിൽ അത്രയും സ്ട്രെയിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ എബിലിറ്റി ഉണ്ട്. സച്ച് മെറ്റീരിയൽസ് ആർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, ഡക്റ്റൈലും മാലിയബിൾ എന്നൊക്കെ പറയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു.
P0 atmospheric pressure, P is absolute pressure at a depth, P ocean. Then gauge pressure. Gauge pressure എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം, പ്രഷർ ഡ്യൂ ടു ദ ലിക്വിഡ് കോളം മാത്രമാണ്. പ്രഷർ ഡ്യൂ ടു ദ ലിക്വിഡ് കോളം മാത്രമാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അത് ആൻഡ് ടോട്ടൽ പ്രഷർ, ഇപ്പോൾ ഇതാണ് ഒരു ലിക്വിഡ് കോളം എന്ന് കരുതുക. നമ്മളെ എച്ച് ഡെപ്തിലെ പ്രഷറാണ് കാണുന്നത്. ഇവിടെയുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, നമ്മൾ P0 എന്ന് പറയുന്നു. P0 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി ദെയർ ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതുണ്ട്. നമുക്കറിയാം അക്കോർഡിംഗ് ടു പാസ്കൽ ലോ ഓഫ് പ്രഷർ ട്രാൻസ്മിഷൻ, ആ പ്രഷർ ലിക്വിഡിൻ്റെ ആ ടാങ്കിലെ ആ ലേക്കിലെ എല്ലാ പോയിന്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അത് ഈ എച്ച് ഡെപ്തിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ടോട്ടൽ പ്രഷർ അറ്റ് ദ എച്ച് ഡെപ്ത് ദാറ്റ് വി കോൾ ബൈ ദ വേർഡ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയും. അബ്സല്യൂട്ട് പ്രഷറിൽ ആരുടെ കോൺട്രിബ്യൂഷൻ്റെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ കാരണം പാസ്കൽ ലോ പ്രകാരം ദിസ് പ്രഷർ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു നോട്ട് ഓൺലി ടു ദ എച്ച് ഡെപ്ത് ബട്ട് ഓൾസോ ടു എവറി പോയിന്റ്, any point in liquid, Pascal law of pressure transmission. Plus ഇത്രയും കോളം ഓഫ് ലിക്വിഡ് കോളം കൊണ്ടുള്ള പ്രഷർ ഉണ്ട്, ദാറ്റ് ഈസ് എച്ച് റോ ജി. ആൻഡ് ദിസ് ഈസ് ഗിവൺ ടു ബി, ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഗിവൺ ടു ബി പി. എനിക്ക് P മൈനസ് P0 എന്ന് പറയുന്നത്, P മൈനസ് P0 എന്ന് പറയുന്നത് എന്താണ്, എച്ച് റോ ജി ആണ്. അതാണ് പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളം. നമുക്ക് എന്തും പേര് വിളിക്കാം, ഗേജ് പ്രഷർ എന്ന് വിളിക്കാം. നമുക്ക് വേണ്ടത് ഗേജ് പ്രഷറാണ്. പ്രഷർ ഡ്യൂ ടു ദ ലിക്വിഡ് കോളം, പ്രഷർ ഡ്യൂ ടു ദ ലിക്വിഡ് കോളം ആണ് നമുക്ക് വേണ്ടത്. പ്രഷർ ഡ്യൂ ടു ദ ലിക്വിഡ് കോളം ഈസ് okay. PC is atmospheric pressure, P is absolute pressure at a depth in the ocean. The gauge pressure at a depth H, yes, P minus P0, P minus P0 on the pressure. Okay, yes. Now we go to the next question. അതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ബിഹൈൻഡ് ദ ബുൺസൺ ബർണർ എക്സ്പെരിമെന്റ്. യെസ്, പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ബുൺസൺ ബർണർ എക്സ്പെരിമെന്റ്. നമ്മുടെ ബർണർ, നിങ്ങൾ ലാബിൽ കാണുന്ന ബർണർ, യെസ്, ലാബിൽ കാണുന്ന ബർണറിൽ നമുക്ക് ബർണോളിസ് തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ബർണോളിസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനാണ്. അവിടെ ബർണോളിസ് തിയറം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ അപ്ലിക്കേഷനിൽ വരുന്ന ഒരു ഡിവൈസാണ് വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്ററും ബർണോളിസ് പ്രിൻസിപ്പിൾ പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഇതങ്ങനെ തന്നെയാണ്. നമ്മൾ ബർണർ ഓൺ ചെയ്യുമ്പോൾ ഗ്യാസ് എന്നല്ല, ഹൈ പ്രഷറിൽ ആ ട്യൂബിലൂടെ പുറത്തു വരും. ആസ് എ ഗ്യാസ് കംസ് ഔട്ട്, സ്പീഡ് ഓഫ് ഫ്ലോ ഇൻക്രീസസ്. സ്പീഡ് ഓഫ് ഫ്ലോ ഇൻക്രീസസ് അക്കോർഡിംഗ് ടു ദ ബർണോളിസ് പ്രിൻസിപ്പിൾ. പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. അതായത് ബർണറിൻ്റെ അതിൻ്റെ നോസിലിൻ്റെ ചുറ്റുഭാഗത്തുള്ള എയർ പ്രഷർ കുറയുന്നു. കാരണം ഗ്യാസ് കംസ് ഔട്ട് വിത്ത് ഹൈ സ്പീഡ്, സ്പീഡ് ഓഫ് ഫ്ലോ ഇൻക്രീസസ്, പ്രഷർ കുറയുന്നു. അപ്പം ചുറ്റുഭാഗത്ത് എല്ലാ ഭാഗത്തും റൗണ്ടിങ് നോസിലിൻ്റെ ചുറ്റുപാടുള്ള സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിക് എയർ വിൽ ബി അട്രാക്റ്റഡ് ടുവേഴ്സ് ദ നോസിൽ. സോ വി വിൽ ബി ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഓക്സിജൻ കമ്മിങ്, ദാറ്റ് കോസ് ദ ബേണിംഗ് ടു ടേക്സ് പ്ലേസ് മോർ ഈസിലി. അങ്ങനെയാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അതായത് നിങ്ങൾ ബർണർ ഓൺ ചെയ്യുന്നു, ഗ്യാസ് കംസ് ഔട്ട് വിത്ത് ഹൈ പ്രഷർ, ആ നോസിലിൻ്റെ ചുറ്റുമുള്ള എയർ പ്രഷർ കുറയുന്നു, ചുറ്റുമുള്ള എയർ വിൽ ബി ഓട്ടോമാറ്റിക്കലി സക്ഡ് ഇൻ, നമുക്ക് ഓക്സിജൻ വിൽ ബി അവൈലബിൾ ക്ലിയർലി, ദാറ്റ് മേക്സ് ദ ബേണിംഗ് ഈസിയർ. അപ്പോൾ ഇത് തന്നെയാണ് വെഞ്ചുറിമീറ്ററിൻ്റെയും പ്രിൻസിപ്പിൾ തരത്തിലെ. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താണ്? അൾട്ടിമേറ്റ്ലി ബർണോൾസ് പ്രിൻസിപ്പിളാണ് നമുക്കിവിടെ പറയാനുള്ളത്, വെഞ്ചുറിമീറ്റർ എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ബർണോളിസ് പ്രിൻസിപ്പിൾ നമുക്കറിയാം അപ്ലിക്കബിൾ ടു, ഒന്ന്, ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കണം, അതൊരു ലിക്വിഡ് ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ബർണോളിസ് പ്രിൻസിപ്പിൾ ഇസ് അപ്ലിക്കബിൾ ടു നോൺ വിസ്കസ്, ഇൻകംപ്രസിബിൾ ആൻഡ് സ്ട്രീം ലൈൻ. നമുക്കറിയാം ഏത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ
അതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. ഈവൻ നോൺ വിസ്കസ് ആയാലും വിസ്കസ് ആയാലും വിരോധമില്ല. നോൺ വിസ്കസിലും നമുക്കൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എനേബിൾ ചെയ്യണമെങ്കിൽ അതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ വി ആർ വാക്കിംഗ്, സംടൈംസ് നമ്മൾ സ്പീഡ് കൂടുന്നു, ഇപ്പോൾ നിൽക്കുന്നു, സ്പീഡ് കുറയുന്നു. അപ്പോൾ ഒരു സ്റ്റഡി മോഷൻ അല്ല. നമുക്കിതിനെ യൂണിഫോം വെലോസിറ്റി എന്നോ യൂണിഫോം ആക്സിലറേഷൻ എന്നോ അല്ലെങ്കിൽ സ്റ്റഡിലി ഇൻക്രീസിങ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ളൊരു മോഷനിൽ നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ എളുപ്പമല്ല. മറിച്ച് ഒരു യൂണിഫോം വെലോസിറ്റി മോഷനാണ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ വി ക്യാൻ റിലേറ്റ് അവർ മോഷൻ, ഐദർ ഇറ്റ്സ് വെലോസിറ്റി, പൊസിഷൻ, ആക്സിലറേഷൻ നമുക്ക് ഒരു ഇക്വേഷൻ കൊണ്ട് റിലേറ്റ് ചെയ്യാം. അതേമാതിരി ഏതൊരു മോഷനും നമുക്ക് മാത്തമാറ്റിക്കലി അസർട്ടൈൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്ട്രീം ലൈൻ ഫ്ലോ. ഇനി ബെർണോളിസ് തിയറവും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ നോൺ വിസ്കസും പിന്നെ എന്തോ ആകണം, ഇൻകംപ്രസിബിളാണ്. എല്ലാം കൂടിയിട്ട് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നോൺ വിസ്കസ് ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം, പിന്നെ സ്ട്രീം ലൈൻ ഫ്ലോയും കൂടി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1. We go to the next question. വീണ്ടും ഒരു theory question is coming into the picture. In a liquid medium, depth increases, the pressure at that place. Liquid medium, the depth increases, pressure in that region will be increasing. H rho g, very direct question. Pressure increases, depth increases, pressure increases. അടുത്തത് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ലിസൺ. ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരുന്നത് സർഫസ് ടെൻഷനിലാണ്. നമുക്കറിയാം ലിക്വിഡ് ഈസ് ടേക്കൺ ഇൻ എ കണ്ടെയ്നർ. വി നോ ദാറ്റ് മെനിസ്കസിൻ്റെ ഷേപ്പ് ഓഫ് മെനിസ്കസ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ ഓഫ് സർഫസ് ആസ് വെൽ ആസ് മീൻസ് ഏത് സർഫസ് തമ്മിലാണ് കോണ്ടാക്ട് വരുന്നത്, ഏത് ലിക്വിഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. isn't it? And accordingly we can have 3 types of surface. Concave surfaceും പോസിബിൾ ആണ്, കോൺവെക്സ് സർഫസും പോസിബിൾ ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസും പോസിബിൾ ആണ്. That depends upon nature of liquid and the surface in which it comes in contact. ഈ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മെനിസ്കസ്. മെനിസ്കസ് ഫ്ലാറ്റ് ആകാം, കോൺകേവ് കോൺവെക്സ് ആകാം. എത്രമാത്രം കോൺവെക്സ് ആണ്, എത്രമാത്രം കോൺകേവ് ആണ് എന്നറിയാനുള്ള ഒരു മെഷറിംഗ് ടൂളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. മെഷറിംഗ് ടൂളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് വാട്ടർ ഇൻ ഗ്ലാസ്, അതായത് ലിക്വിഡ് വാട്ടർ ആണ്, അല്ലെങ്കിൽ വാട്ടർ ലൈക്ക് ലിക്വിഡ്സ് ആണ്, ആൻഡ് സോളിഡ് ഗ്ലാസ് ആണ്. ഇതാണ് മെനിസ്കസിൻ്റെ ഷേപ്പ്. ഇതാ ഞാൻ വരയ്ക്കുന്നു. എങ്ങനെയാണ്, ഹൗ ടു മെഷർ ഇറ്റ്, എന്താണ് നമ്മുടെ മാത്തമാറ്റിക്കൽ വേ ഓഫ് മെഷറിങ്. ഇതാ ഞാനൊരു ടാൻജൻറ്റ് വരച്ചിരിക്കുന്നു. എവിടെ, അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആൻഡ് സോളിഡ് സർഫസ് നോക്കിയാൽ നമ്മൾ, ഇതാണ് സോളിഡ് സർഫസ്. എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്, ഒന്ന് ലിക്വിഡിന് പുറത്തും ഒന്ന് ലിക്വിഡിനകത്തും. ബട്ട് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഷുഡ് ബി ടേക്കൺ ഇൻസൈഡ് ലിക്വിഡ്. അപ്പോൾ ആദ്യം പറഞ്ഞു എത്രമാത്രം കോൺകേവ് ആണ്, എത്രമാത്രം കോൺവെക്സ് ആണ്, അതിൻ്റെ ഒരു മെഷറാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നോട്ട് ഓൺലി ഓൺ ദ ലിക്വിഡ് ബട്ട് ഓൾസോ ദ സർഫസ് വിത്ത് വിച്ച് ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് വാട്ടർ ലൈക്ക് ലിക്വിഡ്സ് ഓൺ ഗ്ലാസ് ലൈക്ക് സോളിഡ് ആണ്. നോക്കുക, ഇതാണ് ടാൻജന്റ് ടു ദ ലിക്വിഡ് മെനിസ്കസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. കാരണം ഐ ക്യാൻ ഡ്രോ സോ മെനി ടാൻജൻസ്. എനിക്ക് ടാൻജന്റ് വരയ്ക്കേണ്ടത് എവിടെയാ, ലിക്വിഡ് മെനിസ്കസിലെ സോളിഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന പോയിന്റിൽ. ആംഗിൾ മെയ്ഡ് ബൈ ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് മെനിസ്കസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് സോളിഡ് സർഫസ്, ഇതാണ് സോളിഡ് സർഫസ്, ആൻഡ് ടേക്കൺ ഇൻസൈഡ് ദ ലിക്വിഡ്. ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ ഡെഫിനിഷൻ. എന്ത് വേണം നമുക്ക് നോക്കാം. ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് ആൻഡ് സോളിഡ് സർഫസ് വിത്തിൻ ദി ലിക്വിഡ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഞാൻ പറഞ്ഞ 4 പോയിന്റ്സ് വന്നിട്ടുണ്ട്.
tangent at the point of contact to the liquid surface and solid surface and taken inside. അതാണ് angle of contact. Clear? And ഇവിടെ എന്താണ് angle of contact? Less than 90 degree. Acute angle ആണ്. For liquids like water taken in a glass, angle of contact, yes. ഇനി മറിച്ച് mercury like liquid taken in glass ആണെങ്കിൽ, mercury in glass ആണെങ്കിൽ, mercury in glass, അവിടെ ഇത് obtuse angle ആണ്. Again, tangent to the liquid meniscus at the point of contact and solid surface taken inside the solid, the obtuse ആണ്. മറിച്ച് ലിക്വിഡ് വാട്ടറും സോളിഡ് സിൽവർ ആണെങ്കിൽ, അതായത് വാട്ടർ ടേക്കൺ ഇൻ സിൽവർ കണ്ടെയ്നർ, ഇവിടെ ടാൻജന്റ് ടു ദ ലിക്വിഡ് മെനിസ്കസ്, സോളിഡ് സർഫസ് ടേക്കൺ ഇൻസൈഡ് ദി ലിക്വിഡ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രി ആണ്, മെനിസ്കസ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ എത്രമാത്രം കോൺകേവ് ആണ്, എത്രമാത്രം കോൺവെക്സ് ആണ് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ്, ന്യൂമറിക്കൽ മെഷറാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ക്ലിയർ? ഓക്കെ. അടുത്തത്, water flows in 3 meters per second in a horizontal pipe under a pressure of 2 × 10⁵ meters per second. Pipe narrows to half the original diameter at one end. Speed of water flow. ഇവിടെ നമുക്ക് വെറും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വാട്ടറാണ്, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്, അതുകൊണ്ട് ലിക്വിഡ് ആണ്. നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ഉപയോഗിക്കുന്ന ഫോർമുല? A1V1 നേരത്തെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് റേറ്റ് ഓഫ് ഫ്ലോ, അല്ലെങ്കിൽ വോളിയം ഓഫ് ലിക്വിഡ് പാസിംഗ് പെർ സെക്കൻഡ്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയും, വോളിയം ഓഫ് ലിക്വിഡ് പാസിംഗ് പെർ സെക്കൻഡ് എന്ന് പറയും. അത് എനി പോയിന്റ് ഇൻസൈഡ് ദ ലിക്വിഡ് ഫ്ലോ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ വിൽ ബി കോൺസ്റ്റന്റ്. A1V1 is equal to A2V2. നമ്മുടെ രണ്ട് ലൊക്കേഷൻ ഇവിടെ നോക്കുക. വാട്ടർ ഫ്ലോസ് 3 മീറ്റർ. അപ്പോൾ ബിഗിനിങ്ങിലെ ഏരിയ ക്രോസ് സെക്ഷൻ എ തന്നെ കൂട്ടാം, വെലോസിറ്റി 3 meters per second. Now it narrows to half the original diameter. Diameter half ആയി, then area will become what? Original area by 4. നമ്മുടെ കാൽക്കുലേഷൻ A1V1 is equal to A2V2 എന്നാണ്. ഏരിയ ക്രോസ് സെക്ഷൻ ആയിട്ടാണ്, ഡയമീറ്ററോ റേഡിയസോ ആയിട്ടല്ല. റേഡിയസും ഡയമീറ്ററും ഹാഫ് ആകുമ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ 1/4 ആയി. അപ്പോൾ നമുക്ക് ന്യൂ വെലോസിറ്റി ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. Therefore, V2 is coming to be, A get cancelled, 3 × 4. That comes to be 12 meters per second. നമ്മുടെ ആൻസർ ഇതാണ്. നമ്മുടെ ആൻസർ 12 meters per second. ഓക്കെ, കം ഓൺ. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കൺഫ്യൂഷനും ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. F1 is a force exerted by air on the small piston of area cross section A1 in a car lift. Then the F2 force realized on the second piston of area cross section A2 due to the transfer of pressure. എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. യെസ്, ഇത് ഈ ഡിവൈസിൻ്റെ പേരാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയും. വർക്ക്ഷോപ്സിലൊക്കെയും കാറുമൊക്കെ നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ അതിനെ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയും, ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. ഇവിടെയാണ് നമ്മൾ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നത്, അതായത് കാറിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. കാറിനെ ലിഫ്റ്റ് ചെയ്യുന്നത്, isn't it? കാറിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. യെസ്, നൗ ടെൽ മീ, ഇതാണ് ലിക്വിഡ്. യൂഷ്വലി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വി ആർ യൂസിങ് വാട്ടർ. നൗ ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ A2 നമ്മളിവിടെ ഓവർകം ചെയ്യുന്ന ഫോഴ്സ്, നമ്മൾ ഓവർകം ചെയ്യുന്ന ഫോഴ്സ് F2 എന്ന് പറയും. യെസ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽ ലോ ആണ്, ഓഫ്
pressure transmission. Increase in pressure at any point inside the liquid will be equally transferred to every point. ഇവിടെ കൊടുക്കുന്ന increase in pressure അത് force by area F1 by A1 ആണ്. That is being transferred to the any other point. അപ്പോൾ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും, ഈ പിസ്റ്റണിലേക്കും ട്രാൻസ്ഫർ ചെയ്യും, ഒരേ പ്രഷർ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ദ പ്രഷർ ട്രാൻസ്ഫേർഡ് വിൽ ബി അവിടുത്തെ പ്രഷർ എന്താ, അവിടെ ഓവർകം ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, അവിടെ ഓവർകം ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, F2 ഡിവൈഡഡ് ബൈ A2 അല്ലേ. ഇത് പ്രഷർ ഫസ്റ്റ് പിസ്റ്റൺ നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന, മറ്റേത് സെയിം പ്രഷർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷെ അവിടെ ഏരിയ കൂടുതലായതുകൊണ്ട് കൂടുതൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാം. ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ബ്രഹ്മാസ് പ്രസ്, അങ്ങനെ ഒത്തിരി ഡിവൈസസ് ഉണ്ട്. ഒരു സിമ്പിൾ പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ പ്രഷർ ഇക്വേറ്റ് ചെയ്ത് ഈ രണ്ട് കേസിലെയും നമ്മൾ ഓവർകം ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F1 into A2 by A1. നമുക്കറിയാം A2 സാധാരണ മച്ച് ഗ്രേറ്റർ ദാൻ F1 ആണ്. Therefore F2 മച്ച് ഗ്രേറ്റർ ദാൻ F1 ആണ്. അപ്പോൾ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്തുകൊണ്ട് വലിയ ഫോഴ്സ് നമുക്ക് ഓവർകം ചെയ്യാം. ഇതാണ് നമ്മൾ വർക്ക്ഷോപ്സിലും പലയിടത്തും കാണുന്ന ഹൈഡ്രോളിക് ജാക്കിൻ്റെയും ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെയും പ്രിൻസിപ്പിൾ. യെസ്. സോ I think questions are over. These are the questions in this chapter. ചെറിയൊരു ചാപ്റ്ററാണ്, properties of solids and fluids. Okay.